അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിൽ ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം 2 കൊരിന്ത്യരുടെ ലേഖനം 5-ാം അധ്യായം 17-ാം വചനം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി വന്നു. ഇതിനെല്ലാം കാരണാഭൂതൻ യേശു കർത്താവ് മാത്രമാണ്. നമ്മൾ ക്രിസ്തുവിലായാൽ മാത്രമാണ് ഒരു പുതിയ സൃഷ്ടിയാകുകയുള്ളൂ. പുതിയ സൃഷ്ടിയാകുക എന്നത് പരമപ്രധാനമാണെന്ന് കർത്താവ് പറഞ്ഞു. കാരണം പഴയതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറാൻ യേശുവാണ് കടന്നു വരുന്നത്. യേശു കടന്നു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ പഴയതെല്ലാം മാറിപ്പോകുകയുള്ളൂ. പഴയ ആചാരങ്ങൾ, പഴയ അനുഷ്ഠാനങ്ങൾ, പഴയ പ്രാർത്ഥനകൾ, പഴയ ചിന്തകൾ, പഴയ ആലോചനകൾ, പഴയ സ്വഭാവങ്ങൾ, പഴയ പ്രവർത്തനങ്ങൾ എല്ലാം മാറി നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി കർത്താവ് മാറ്റുകയാണ്. കാരണം യേശുവിൻ്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ വൈദ്യരാക്കി കർത്താവ് മാറ്റുക ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, പുതിയ ഒരു മനുഷ്യനാക്കുമെന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും, നിങ്ങളുടെ പഴയ ഹൃദയം ഞാൻ എടുത്തു മാറ്റും, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ആത്മാവിനെ തരും, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വന്നു വസിക്കും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആരെ പറഞ്ഞെന്നറിയാവോ? കർത്താവ് പറഞ്ഞത്. നമ്മുടെ എല്ലാ അവസ്ഥകളും വ്യവസ്ഥകളും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ആലോചനകളെല്ലാം യേശു കർത്താവ് മാറ്റി അവന്റെ ചിന്തയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു അനുഭവം നമുക്ക് കർത്താവ് തരുന്നത് കാണാൻ കഴിയും. ഞാൻ ഇന്ന് കർത്താവിൻ്റെ കൂടെ എൻ്റെ പഴയ അവസ്ഥകളെല്ലാം ഒന്ന് കൊടുത്ത കർത്താവേ, എന്നെ അവിടുന്ന് പുതിയ ദൈവകൃപയിലേക്ക് എന്നെ വളർത്തണമേ. നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊരു പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒരു അഭിഷേകമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ മതിയെന്ന്. പ്രിയമുള്ളവരല്ല, നമുക്ക് കിട്ടിയ അഭിഷേകത്തിൽ നിന്ന് വീണ്ടും വീണ്ടും നമ്മൾ ആത്മാവിൽ വളരണം, ആത്മാവിൽ അവന്റെ സ്വരം കേൾക്കണം, ആത്മാവിൽ അവന്റെ ഹിതം അറിയണം, കർത്താവിനോട് കൂടെ നല്ല ഒരു ആത്മീയ ജീവിതത്തിന്റെ ഉടമയായി മാറണം. അതിനാണ് നമ്മുടെ പഴയ മനുഷ്യനെല്ലാം ഉരിഞ്ഞു മാറ്റണം എന്ന് പറയുന്നത്. വചനം എങ്ങനെ പറയാം? പഴയ മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു കളവീൻ, പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പഴയ മനുഷ്യന്റെ ചെയ്തികളോടുകൂടെ നിങ്ങൾ അവനെ എന്നേക്കുമായി മാറ്റിക്കളയാനാ പറഞ്ഞത്. പഴയ മനുഷ്യന്റെ ചെയ്തി എന്താണ്? പഴയ പാപ സാഹചര്യങ്ങളെല്ലാം വിട്ട് നമ്മളെ മാറ്റിക്കഴിഞ്ഞാലോ നമുക്ക് പുതിയത് എന്താണ്? സ്വർഗീയമായിട്ടുള്ളത്, ആത്മീയമായിട്ടുള്ളത്, കർത്താവിൽ നിന്നുള്ളത് മാത്രം നമുക്ക് പ്രാപിക്കാൻ കർത്താവ് ഇടയാക്കും. നിരാശയുടെ ബന്ധനങ്ങളെല്ലാം മാറ്റും, പാപത്തിന്റെ ബന്ധനങ്ങളെല്ലാം കർത്താവ് മാറ്റും. ഈ വചന സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ക്രിയ ചെയ്യാൻ ഇടവരും. കാരണം പഴയതിനെ മാറ്റി പുതിയത് തരുന്നു. മദ്യപാനമോ പാപ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളുടെ അടുക്കൽ കടന്നു വരും. നിങ്ങളുടെ പഴയ അവസ്ഥകളെ മുഴുവൻ മാറ്റി യേശു പുതിയതാക്കി നിങ്ങളെ മാറ്റാൻ ഇടയാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവിന്റെ കൃപ കൊണ്ട് നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.